ഹായ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഇന്നൊരു കട്ട്ലേറ്റിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഫിഷ് കട്ട്ലേറ്റ് ആണ്. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഞാൻ കാരമീൻ വെച്ചിട്ടാണ് ഈ കട്ട്ലേറ്റ് ഉണ്ടാക്കുന്നത്. മീൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളകും ചേർത്ത് വേവിച്ച് ഒന്ന് പിച്ചി ചീന്തി എടുത്തിട്ടുണ്ട്. 1/2 കിലോ മീനാണ് എടുത്തിട്ടുള്ളത്. അതിലേക്കൊരു 2 ഉരുളക്കിഴങ്ങ് പുഴുങ്ങി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഒരു സവാളയും ഒരു 10-15 ചുവന്നുള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു കഷ്ണം ഇഞ്ചിയും വെളുത്തുള്ളി പച്ചമുളകും കറിവേപ്പില അരിഞ്ഞ് വയ്ക്കാം. ചുവന്നുള്ളി തന്നെയാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുറച്ച് മീറ്റ് മസാല എടുക്കുന്നുണ്ട്. പിന്നെ കുരുമുളക് പൊടിയാണ് എടുക്കുന്നത്. കുരുമുളക് പൊടി കുറച്ച് കൂടുതൽ വേണം. ഇനി ബ്രെഡ് ക്രംസും മുട്ടയിൽ ഒരു 2 ടേബിൾ സ്പൂൺ പാലും ഉപ്പും കുരുമുളകും ചേർത്ത് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു ചട്ടി അടുപ്പത്ത് വയ്ക്കുക. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോൾ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, ചുവന്നുള്ളിയും സവാളയൊക്കെ ചേർത്തൊന്ന് വഴറ്റിയെടുക്കാം. ഞാൻ ചുവന്നുള്ളി സവാളയും കൂടിയിട്ട് ഒരു പപ്പാതിയാണ് എടുത്തിട്ടുള്ളത്. ചുവന്നുള്ളി തന്നെയാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടായിരിക്കും. ഉള്ളിയൊക്കെ വാടി വന്നതിന് ശേഷം ഈ പൊടികൾ അതിൽ ചേർത്ത് കൊടുക്കുക. പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്ന സമയത്ത് വേവിച്ച് വെച്ചിട്ടുള്ള കാരമീൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിൽ ഉപ്പൊക്കെ ഒന്ന് പാകത്തിനായതിന് ശേഷം നമ്മൾ പുഴുങ്ങി വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് അതിൽ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം ചൂടാറിയതിന് ശേഷം കട്ട്ലേറ്റിൻ്റെ ഷേപ്പിലേക്ക് ആക്കിയെടുക്കുക. ഇനി ഇത് നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ടയിലൊന്ന് മുക്കി ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തതിന് ശേഷം വെളിച്ചെണ്ണയിൽ നമുക്കിത് 2 സൈഡും ഒരു ബ്രൗൺ ഷെയ്ഡ് ആവണ വരെ ഒന്ന് വറുത്തെടുക്കാം. നല്ല ടേസ്റ്റുള്ളൊരു കട്ട്ലേറ്റാണ്. നമ്മൾ ചിക്കനും ബീഫൊക്കെ ഉണ്ടാക്കണ പോലെ തന്നെ ഇതൊരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കാം. വളരെ രുചികരമായിട്ടുള്ളൊരു കട്ട്ലേറ്റ് തന്നെ ഫിഷ് കട്ട്ലേറ്റ്. അത് കാരമീൻ വെച്ചാൽ ഒന്നും കൂടി ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കിയല്ലോ കേട്ടോ. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും. കുട്ടികൾക്കെന്നല്ല, കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു കട്ട്ലേറ്റാണ്. ഇനി ചൂടായ എണ്ണയിലേക്ക് കട്ട്ലേറ്റിൻ്റെ ഇട്ടിട്ട് നമുക്ക് വറുത്തെടുക്കണം. ഒരുപാട് കരിഞ്ഞ് പോരുത്. ഒരു മീഡിയം ഹീറ്റിൽ വേണം തീ വയ്ക്കാൻ വേണ്ടിയിട്ട്. കട്ട്ലേറ്റ് റെഡി ആയിട്ടുണ്ട്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തോളൂ കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ കാണുന്നവരുടെ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തോളൂ കേട്ടോ.